UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പിറന്നാൾ ആഘോഷത്തിലാണ്. ഈ പിറന്നാൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാലക്കാട്ടെ ഈ പിറന്നാൾ എങ്ങനെയുണ്ട്? പാലക്കാട്ടെ പിറന്നാൾ വളരെ സ്പെഷ്യലാണ്. ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടൊരു പിറന്നാളാണ്. അത് ഈ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഒരു പിറന്നാളും ഇലക്ഷൻ സമയത്ത് കിട്ടത്തില്ല. കാരണം ഇലക്ഷനൊക്കെ ഏപ്രിൽ മെയ് മാസത്തിലാണല്ലോ, ഇത് നവംബറാണ്. രാവിലെ തൊട്ട് ഭയങ്കര സന്തോഷം. ഒരുപാടിടത്ത് ഇങ്ങനെ മധുരവും കഴിച്ചു. ഇപ്പം പാലക്കാട്ടെ ഇവരുടെയൊക്കെ ഒപ്പം DC പ്രസിഡന്റ്, 2 MP മാര്, നേതാക്കന്മാരുടെയൊക്കെ ഒപ്പം ഒരു സദ്യയും കൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ഈ നാട്ടിലെ സദ്യയിൽ ഒരു പക്ഷെ ചിക്കനൊന്നും ഉണ്ടാവില്ല അല്ലേ? അവിടെ സദ്യക്കകത്ത് ചിക്കൻ ഉണ്ടാവില്ല. സദ്യ ആണെങ്കിൽ ചിക്കൻ ഉണ്ടാവില്ല. അതൊരു പ്രത്യേകതയാണ്. പിന്നെ അവിടെ ആദ്യത്തെ കറി പരിപ്പാണ്, ഇവിടെ ആദ്യത്തെ കറി സാമ്പാറാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഹാപ്പിയാണ്. പാലക്കാട്ടെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പാലക്കാട്ടെ ഭക്ഷണം കുറെ കാലമായിട്ട് കഴിക്കുകയാണ്. അതിനെയും ശീലാക്കേണ്ടതും കൂടെ ആണല്ലോ. അതുകൊണ്ട് സന്തോഷം. PCC പ്രസിഡന്റ് ഉണ്ട്, ഷാഫി പറമ്പിൽ ഉണ്ട്, VK ശ്രീകണ്ഠൻ ഉണ്ട്, ശബരിനാഥ് ഉണ്ട്. ഇപ്പൊ ഈ ബർത്ത്ഡേ ബോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത് 1 മണിക്കൂർ മുമ്പേ. ഒരു അറേഞ്ച്മെന്റ്സ് നടത്താൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ പാലക്കാട്ടെ പ്രിയപ്പെട്ട ടോപ്പ് ആൻഡ് ഡൗൺ രാജുവേട്ടനുള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ചെറിയ സദ്യ ഏർപ്പാട് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബർത്ത്ഡേ സദ്യ കഴിക്കുന്നത്. ഈ ഷാഫി പറമ്പിലൊക്കെ പറയുന്നത് ഈ പുള്ളിയുടെ ബർത്ത്ഡേ ഒന്നും ഇങ്ങനെ വിപുലമായി ആഘോഷിക്കാറില്ല. 13 വർഷമായി ഈ പുള്ളി ഇന്നേ വരെ എനിക്ക് വിളിച്ചിട്ടൊരു ബർത്ത്ഡേക്ക് ഒരു സദ്യ തന്നിട്ടില്ല. ഇതിപ്പോ ഞാൻ മാറുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ആ പുള്ളിക്ക് വിളിച്ചിട്ട് സദ്യ കൊടുക്കും. അടുത്ത തവണ ഞങ്ങള് 3 പേരും കൂടി വടകരയിൽ പോയി ബർത്ത്ഡേക്ക് ഒരു സദ്യ നടത്താമെന്ന് പറഞ്ഞു. വടകരക്കാർ റെഡിയാ. വടകര സദ്യ പാലക്കാട് സദ്യ പോലെയല്ല, ഒരു സ്പെഷ്യലാ. അത് ഞങ്ങൾ നടത്തും.